ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയ്ക്കകത്ത് ആ രാജ്യത്തിലെ ഭൂരിപക്ഷം വരുന്ന ജനത ആരാധിക്കുന്ന വിഗ്രഹങ്ങൾ പെർപ്പച്വൽ മൈനറാണെന്ന് നമ്മളുടെ ഭരണഘടന അനുശാസിക്കുന്നുവെങ്കിൽ, നമ്മുടെ സിവിൽ നിയമങ്ങൾ അനുശാസിക്കുന്നുവെങ്കിൽ, ഭരണഘടനയ്ക്ക് താഴെ സിവിലും ക്രിമിനലുമായ നിയമങ്ങളിൽ സിവിൽ നിയമങ്ങൾ അനുശാസിക്കുന്നുവെങ്കിൽ, ഇതര മതങ്ങളുടെ ആരാധനകളൊന്നും പെർപ്പച്വൽ മൈനറായി എഴുതി വച്ചില്ലെങ്കിൽ, ഭരണഘടനാ ശില്പികളുടെ സങ്കല്പത്തിൽ, ഇവിടുത്തെ ജനങ്ങളുടെ സങ്കല്പത്തിലല്ല, ഇവിടുത്തെ യുക്തിവാദികളുടെ സങ്കല്പത്തിലല്ല, ഇവിടുത്തെ ആരാധകരുടെ സങ്കല്പത്തിലല്ല, ഇവിടുത്തെ ഭക്തന്മാരുടെ സങ്കല്പത്തിലല്ല, ഇന്നും ആ ക്ഷേത്രത്തിൽ പൂജ ചെയ്യുകയോ ആ ക്ഷേത്രത്തിലെ വരുമാനം കൊണ്ട് ജീവിക്കേണ്ടി വരികയോ ചെയ്യുന്ന തൊഴിലാളി വർഗത്തിൻ്റെ പോലും സങ്കല്പത്തിലല്ല. ബ്രിട്ടീഷുകാരനിൽ നിന്ന് രാജ്യത്തെ നേടുമ്പോൾ അതിൻ്റെ ഭരണഘടന എഴുതുമ്പോൾ എന്തും എഴുതി വെക്കാമെന്നിരിക്കെ എഴുതി വെച്ചത് എന്തുകൊണ്ടായിരുന്നു സ്വാമിജി? ഇതിനെ ഭൂരിപക്ഷം വരുന്ന ഒരു മതത്തിൻ്റെ രാജ്യമായി സങ്കല്പിച്ചതുകൊണ്ട്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതുക? ഒന്നുകിൽ എല്ലാ മതങ്ങളുടെയും ആരാധനാലയങ്ങളെ അതിൽ പെടുത്തണം. തീർച്ചയായും സ്വാമിജി. ശരിയല്ല? ശരിയാണ് സ്വാമിജി. അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെയും പെടുത്തരുത്. നമസ്കാരം സ്വാമിജി. സ്വാമിജി, കഴിഞ്ഞ ദിവസം നമ്മൾ അന്യതാഗാമത്തിൻ്റെ വഴിയിലായിരുന്നു. നമുക്കതുവഴി തന്നെ പോകാമോ സ്വാമിജി? തീർച്ചയായും പോകാം. നമ്മളതിൽ ചൂണ്ടിക്കാണിച്ച ഒന്ന്, അങ്ങയുടെ ഒരു ഉദാഹരണം എന്ന നിലയിൽ നേരിട്ട് ഞാൻ ചോദിച്ചു തുടങ്ങിയത്, ഒരു വ്യക്തിയുടെ ഒരു അതിലൈംഗികത അയാളിലുണ്ടാക്കുന്ന രോഗങ്ങൾ എന്നതല്ല നമ്മൾ എടുത്തത്. അതിൻ്റെ വിചാരം അയാളിലുണ്ടാക്കുന്ന രോഗങ്ങൾ എന്നാണ് എടുത്തത്. വസ്തുതാപരമായി അതിൻ്റെ കേളിയിൽ പെടുമ്പോഴുണ്ടാക്കുന്ന രോഗം പോലും അല്ല എടുത്തത്. അതെ സ്വാമിജി. അത് അയാളിലൊരു വിചാരമെന്ന നിലയിൽ ഉണ്ടാക്കുന്ന രോഗവും അയാളോട് ബന്ധപ്പെട്ട ഭാര്യ, മക്കൾ മുതലായവരിലുണ്ടാക്കുന്ന രോഗങ്ങളും അയാൾക്ക് പ്രിയപ്പെട്ടവരായ ആളുകൾ കേട്ട് നടുങ്ങുമ്പോൾ അവരിലുണ്ടാക്കുന്ന രോഗങ്ങളും അതൊരു വാർത്തയായി പരക്കുമ്പോൾ ലോകത്തുണ്ടാകുന്ന രോഗങ്ങളും നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ ചിന്തിച്ചിട്ടുണ്ടോ? ഒരിക്കലില്ല. ലോകത്തിന് നന്മ കൊടുക്കണമെന്ന് പറഞ്ഞു തുടങ്ങിയ മാധ്യമങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ലോകോപകാരമാണ് ഞങ്ങൾ ചെയ്യുന്നതെന്നും ഞങ്ങൾ അറിവ് പകരുന്നുവെന്നും പറയുന്ന പുതിയ ആക്ടിവിസ്റ്റുകൾ ചിന്തിച്ചിട്ടുണ്ടോ? ലോകത്തുള്ള മുഴുവൻ സ്ഥലങ്ങളിലും വ്യക്തിയുടെ പിന്നാലെ ക്യാമറ കണ്ണുമായി പോയി ലോകത്തിന് ഈ അറിവ് സെക്സ് കലർത്തിക്കൊടുക്കുവാൻ ഒരുങ്ങുന്ന കലാലോകം ചിന്തിച്ചിട്ടുണ്ട്. ഇതെത്ര സംഭ്രാന്തമായി വ്യക്തിയുടെ കോശങ്ങളെ ബാധിക്കും. അതാണ് ചർച്ച ചെയ്യേണ്ടത്. തീർച്ചയായും സ്വാമിജി. ഒരു ലോകവന്ദ്യനായ ഒരു മതനേതാവോ, ലോകോത്തരനായ ഒരു ഭരണാധികാരിയോ, ലോകത്തെല്ലാവരാലും അംഗീകരിക്കപ്പെടുന്ന ഒരു കളിക്കാരനോ, ലോകത്ത് കേമനാണെന്ന് മറ്റുള്ളവർ ധരിക്കുന്ന നന്മകളുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരു വ്യക്തിയോ ഇങ്ങനൊരവസ്ഥയിലേക്ക് പതിച്ചു കഴിഞ്ഞാൽ ഉടനെ അയാളെ ചെന്ന് കണ്ട് മാതൃകാപരമായി നിങ്ങൾക്ക് ഈ ഒരു അബദ്ധം പറ്റിയിരിക്കുന്നു, ഇനി നിങ്ങളെ അതിന് വിധേയരായവർ ചൂഷണം ചെയ്യുമെന്നുള്ളത് കൊണ്ട് ഇത്തരം സ്ഥാനങ്ങൾ കുറേ കാലത്തേക്ക് അലങ്കരിക്കണ്ട എന്ന് മര്യാദാമസൃണമായി പറഞ്ഞ് ബോധ്യപ്പെടുത്തി വേറൊരു രംഗത്ത്, ആ ചൂഷണത്തിന് സാധ്യതയില്ലാത്ത ഒരു രംഗത്തേക്ക് മാറ്റിവിടുക എന്നുള്ളതായിരിക്കുമോ ലോക ആരോഗ്യത്തിന് നല്ലത്? അതല്ല
അതിനെ എടുത്ത് ആ വിശുപ്പ് മുഴുവൻ അലക്കി അതിലെ ചെളി മുഴുവൻ ജനം ഭുജിക്കാൻ പാകത്തിന് വിട്ടുകൊടുത്ത് ഉന്നതന്മാരുടെ നില പോലും ഇങ്ങനെയാണ്, അതുകൊണ്ട് നമുക്കും ഇതൊക്കെ ആകാമെന്ന തരത്തിൽ സാമൂഹികത തകർക്കുന്ന വിധം, ഭീകരത നടമാടുന്ന വിധം വർദ്ധിക്കണോ? അവരൊരു തിരിച്ചുവിടുന്ന തന്നെയാണ് ഏറ്റവും നല്ലത് സ്വാമിജി. അല്ലേ? തീർച്ചയായും. ഒരു പത്രം അതിൻ്റെ എതിരാളിയായ ഒരു പത്രത്തിൽ വരുന്ന വാർത്തയെ ഇപ്പുറത്ത് ന്യായീകരിച്ചും മറ്റൊന്നിനെ എതിർത്തും വ്യക്തിഹത്യയെ ചെയ്യുന്നതിലൂടെയെല്ലാം ഈ ലൈംഗികത ലോകത്ത് അപകടകരമായി വളരുന്നുണ്ടോ? തീർച്ചയായും സ്വാമിജി. അപ്പോൾ ഇവരൊക്കെ ചെയ്യുന്നത് സേവനമാണോ? അറിയരുതാത്തത് അറിയുന്നതിലൂടെ ആരോഗ്യമുണ്ടാകുന്നുണ്ടോ? അറിയരുതാത്തതിനെ അറിയിക്കുന്നതിലൂടെ ലോകത്ത് അറിവുണ്ടാകുന്നുണ്ടോ? മാനിഫെസ്റ്റോയ്ക്ക് വിരുദ്ധമായി, പ്രത്യയശാസ്ത്ര വിരുദ്ധമായി ഇലക്ഷനിൽ ഓരോ പാർട്ടിയും അവരുടെ മാനിഫെസ്റ്റോ ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കാറുണ്ട്. അതെ. 1947 മുതലുള്ള ജനാധിപത്യത്തിൽ ജനങ്ങളുടെ മുമ്പിൽ വെച്ച മാനിഫെസ്റ്റോ ഈ കച്ചവട സംഘങ്ങളും അവർ നിയന്ത്രിക്കുന്ന അണ്ടർ കറണ്ടായ രതിയും അനുവദിച്ചിട്ടില്ലാത്ത ഏതൊന്നാണ് പാസ്സാക്കിയെടുത്തിട്ടുള്ളത് ജനങ്ങൾക്ക് വേണ്ടി? ഏതൊന്നിനെയാണ് ജനം ബുദ്ധിജീവികൾ അറിഞ്ഞിട്ടുള്ളത്? ഏതൊന്നിനെയാണ് ജനം അംഗീകരിച്ചിട്ടുള്ളത്? കുറച്ചും കൂടെ ഒന്ന് ഒരല്പം കൂടെ നമുക്ക് അപകടകരമായി ഒന്ന് പോകാം സ്വാമിജി. അപകടത്തോട് വിരോധമില്ലല്ലോ? തീർച്ചയായും ഒരു വിരോധമില്ല. വളരെ അപകടകരമായ ഒന്നിലേക്ക് നമുക്കൊന്ന് പോകാം. കാരണം സാഹസികത അജ്ഞാനത്തിൻ്റെ വഴിയിൽ പലപ്പോഴും അനുഭവിക്കുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നെഹ്റുവിയൻ കാലം കഴിഞ്ഞ് ഇന്ത്യയുടെ ഭരണാധികാരിയായി വന്നതൊരു കൃഷിക്കാരൻ. ലാൽ ബഹദൂർ ശാസ്ത്രി എന്നൊരു ഭരണാധികാരി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി കോൺഗ്രസ് നേതൃത്വത്തിൽ ഇരുന്നുവെന്ന് ഓർമ്മിക്കുന്നുണ്ടോ? ചരിത്രമാണല്ലോ സ്വാമിജി. അദ്ദേഹത്തിൻ്റെ മരണം പെട്ടെന്നായിരുന്നു. ഇന്ത്യയിൽ വെച്ചായിരുന്നില്ല, താഷ്കൻഡിൽ വെച്ചായിരുന്നു. മരണത്തെക്കുറിച്ച് പല കേട്ടുകേൾവികളുമുണ്ട്. സത്യം നമുക്കും അജ്ഞാതമാണ്. ബോസിൻ്റെയും ശാസ്ത്രിയുടെയും ഒക്കെ മരണത്തെക്കുറിച്ച് അടക്കി പിടിച്ച സംഭാഷണങ്ങൾ പ്രാസ്ഥാനിക ഭേദമില്ലാതെ ഇന്ത്യയിലുണ്ട്. അതെന്തുമാവട്ടെ, അത് ചർച്ച ചെയ്യുന്നത് മര്യാദകളാണ്. അതുകൊണ്ട് അത് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല. പക്ഷെ അങ്ങനൊന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. അതെ, മതി സ്വാമിജി. തുടർന്ന് ഭരണാധികാരത്തിലേക്ക് വരുന്നത് ചിരകാലം ഇന്ത്യ ഭരിച്ച നെഹ്റുവിൻ്റെ മകളും ഒരുപക്ഷെ ഇന്ത്യയുടെ ഏറ്റവും നല്ല ഭരണാധികാരി എന്ന് പേര് കേട്ടിട്ടുള്ളവളും ഒരുപക്ഷെ വിദ്യാഭ്യാസപരമായി അത്ര ഉയർന്നവളല്ലാത്തവളും ആ ഇന്ദിരാഗാന്ധിയാണ്. ദീർഘകാല നൈരന്തര്യമുണ്ട് ഇന്ദിരയുടെ ഭരണത്തിൽ. തീർച്ചയായും സ്വാമിജി. ഇന്ത്യയുടെ ഒരു ഭരണ ചരിത്രത്തിൽ, ഒരു ജനാധിപത്യ ചരിത്രത്തിൽ ഒരു വല്ലാത്തൊരു ഇമേജായിട്ട് എന്നും അവരുണ്ട്. എടുത്ത തീരുമാനങ്ങളിൽ പലതിനെക്കുറിച്ചും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം എങ്കിൽ പോലും ഉണ്ട്. തീർച്ചയായും അവർ ഭരണം ഏറ്റെടുക്കുന്ന ഇന്ത്യ ഒരു സോവറിൻ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആയിരുന്നു. അത് രൂപപ്പെടുമ്പോൾ, അതിൻ്റെ ഭരണഘടന രൂപപ്പെടുമ്പോൾ
ഭരണഘടനാ വിദഗ്ധന്മാർ വിഷമിച്ചിട്ടുണ്ട്. കാരണം മനുസ്മൃതിയെയും യാജ്ഞവൽക്യ സ്മൃതിയെയും ഒക്കെ ഉപജീവിക്കുകയും ബ്രിട്ടീഷ് ഭരണഘടനയെയും അമേരിക്കൻ ഭരണഘടനയെയും സമാനങ്ങളായ ഭരണഘടനയെയും മുഴുവൻ പഠിക്കുകയും ഒക്കെ ചെയ്ത് ഒരു സ്വതന്ത്ര ഇന്ത്യയുടെ ഭരണഘടന രൂപപ്പെടുത്തുക എന്നുള്ളത് അത്ര ചെറിയ കാര്യമൊന്നുമല്ല. തീർച്ചയായും സ്വാമിജി. അത് രൂപപ്പെടുത്തുമ്പോൾ ഭരണഘടനാ ശില്പികളുടെ മനസ്സിൽ ഒരിക്കൽ പോലും ഇന്ത്യ മതേതര രാജ്യമല്ല. ലോകത്തിതര രാജ്യങ്ങളിൽ ഒന്നുമില്ലാത്തൊരു മതത്തിൻ്റെ സ്വന്തം രാജ്യമെന്ന നിലയിലാണ് ഭരണഘടനാ ശില്പികളുടെ മനസ്സ് പോയത്. ഇവിടുത്തെ ക്ഷേത്രങ്ങളുടെ ഡേറ്റുകൾ മൈനറാണെന്ന് എഴുതി വെച്ചു, നേരത്തെയുള്ള ഭരണ നിയമത്തെ അനുകൂലിച്ചുകൊണ്ട്. ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയ്ക്കകത്ത് ആ രാജ്യത്തിലെ ഭൂരിപക്ഷം വരുന്ന ജനത ആരാധിക്കുന്ന വിഗ്രഹങ്ങൾ പെർപ്പച്വൽ മൈനറാണെന്ന് നമ്മളുടെ ഭരണഘടന അനുശാസിക്കുന്നുവെങ്കിൽ, നമ്മുടെ സിവിൽ നിയമങ്ങൾ അനുശാസിക്കുന്നുവെങ്കിൽ, ഭരണഘടനയ്ക്ക് താഴെ സിവിലും ക്രിമിനലുമായ നിയമങ്ങളിൽ സിവിൽ നിയമങ്ങൾ അനുശാസിക്കുന്നുവെങ്കിൽ, ഇതര മതങ്ങളുടെ ആരാധനകളൊന്നും പെർപ്പച്വൽ മൈനറായി എഴുതി വെച്ചില്ലെങ്കിൽ, ഭരണഘടനാ ശില്പികളുടെ സങ്കല്പത്തിൽ, ഇവിടുത്തെ ജനങ്ങളുടെ സങ്കല്പത്തിലല്ല, ഇവിടുത്തെ യുക്തിവാദികളുടെ സങ്കല്പത്തിലല്ല, ഇവിടുത്തെ ആരാധകരുടെ സങ്കല്പത്തിലല്ല, ഇവിടുത്തെ ഭക്തന്മാരുടെ സങ്കല്പത്തിലല്ല, ഇന്നും ആ ക്ഷേത്രത്തിൽ പൂജ ചെയ്യുകയോ ആ ക്ഷേത്രത്തിലെ വരുമാനം കൊണ്ട് ജീവിക്കേണ്ടി വരികയോ ചെയ്യുന്ന തൊഴിലാളി വർഗത്തിൻ്റെ പോലും സങ്കല്പത്തിലല്ല. എണ്ണത്തിൽ വളരെ കുറഞ്ഞ ബ്രിട്ടീഷുകാരനിൽ നിന്ന് രാജ്യത്തെ നേടുമ്പോൾ അതിൻ്റെ ഭരണഘടന എഴുതുമ്പോൾ എന്തും എഴുതി വെക്കാമെന്നിരിക്കെ എഴുതി വെച്ചത് എന്തുകൊണ്ടായിരുന്നു സ്വാമിജി? ഇതിനെ ഭൂരിപക്ഷം വരുന്ന ഒരു മതത്തിൻ്റെ രാജ്യമായി സങ്കല്പിച്ചതുകൊണ്ട്. അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അങ്ങനെ എഴുതുക? ഒന്നുകിൽ എല്ലാ മതങ്ങളുടെയും ആരാധനാലയങ്ങളെ അതിൽ പെടുത്തണം. തീർച്ചയായും സ്വാമിജി. ശരിയല്ല? ശരിയാണ് സ്വാമിജി. അല്ലെങ്കിൽ ഒരു മതത്തിൻ്റെയും പെടുത്തരുത്. ഹൈന്ദവ ആരാധനാ സമ്പ്രദായം വിഗ്രഹാരാധനയിലൂന്നിയതാണ്. ഹൈന്ദവ ആരാധനാ സമ്പ്രദായത്തിലെ അദ്വൈതവാദികൾ വിഗ്രഹാരാധനയെ അംഗീകരിക്കുന്നവരുമല്ല. ലോകമെമ്പാടും വിഗ്രഹാരാധനയെ എതിർക്കുന്ന മതങ്ങൾ സജീവമായി നിലനിൽക്കുമ്പോൾ വിഗ്രഹാരാധനയെ നിയമപരമായി അംഗീകരിച്ചുകൊണ്ടും അതിലെ ദേവതയ്ക്ക് ജീവഭാവം നൽകിക്കൊണ്ടും അത് മൈനറല്ല പെർപ്പച്വൽ മൈനറാണെന്ന് എഴുതിക്കൊണ്ടും ഒരു നിയമമുണ്ടാക്കുക. ശൈവവും ശാക്തേയവും വൈഷ്ണവവുമായിരിക്കുന്ന വിഗ്രഹാരാധനാ സമ്പ്രദായങ്ങളുള്ള ദ്വൈത ഭൂമികയ്ക്ക് വെളിയിലാണ് അദ്വൈത വേദാന്തികളടക്കം വരുന്ന ആ ഹിന്ദുമതത്തിലെ സഗുണസാകാര ആരാധനയെ വിട്ട് നിർഗുണ നിരാകാര ആരാധനയുള്ള വ്യക്തികളും മതമേ വേണ്ടാത്ത യുക്തിവാദികളും മതമുണ്ടെങ്കിലും വിഗ്രഹാരാധനയില്ലാത്ത ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും. താത്വികമായി. അതെ. ഇപ്പം അതിനകത്തൊക്കെ പോയി അംഗമായിരുന്നിട്ട് ആരാധിച്ചുകൊണ്ടിരിക്കുന്നവരുണ്ടാവും. തീർച്ചയായും സ്വാമിജി. അത് താത്വികമല്ല. അതെ. താത്വികമായി പറഞ്ഞാൽ ഇവയൊക്കെ വിഗ്രഹാരാധനയുടെ ലോകത്തിന് വെളിയിലാണ്. ഭാരതീയ സിവിൽ ക്രിമിനൽ നിയമങ്ങളും ഭരണഘടനയും ഒക്കെ ഒത്താശ ചെയ്യുന്ന
ജീവനുണ്ട് എന്ന്, മനുഷ്യനുള്ളതിനേക്കാൾ ജീവനുണ്ടെന്നും അത് പെർപ്പച്വൽ മൈനറാണെന്നും വിശ്വസിക്കുന്ന, എഴുതി വെച്ച ലിഖിതമായ ഭേദഗതി വരുത്തുവാൻ 2/3 ഭൂരിപക്ഷമെങ്കിലും വേണ്ടിവരുന്ന ഒരു നിയമമുണ്ടെന്ന് ഇവിടുത്തെ ഭരണാധികാരികൾ അറിയേണ്ടതാണ്. ഇവിടുത്തെ ജുഡീഷ്യറി അറിയേണ്ടതാണ്. ഒരു അതെ സ്വാമിജി. ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ? ഇല്ല, ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ഇല്ല, എൻ്റെ ശ്രദ്ധയിൽ ഇങ്ങനെ പെട്ടിട്ടേ ഇല്ല സ്വാമിജി. ഇങ്ങനെ ഒരു കാര്യമുണ്ട്. അതിനപ്പുറം ഈ വിഗ്രഹാരാധകരായ ആളുകൾ വികാരപരമായി വളർന്ന് അവരുടേതായ ഭൂരിപക്ഷം വരുന്ന ഒരു ഇന്ത്യയിൽ ഇതര വിശ്വാസങ്ങളിൽപ്പെട്ടവനെ പീഡിപ്പിക്കരുത് എന്ന് കാണിക്കുന്ന ഒരു ന്യൂനപക്ഷ സംരക്ഷണത്തിനുള്ള നിയമവും വച്ചിട്ടുണ്ട്. ഇന്ദിരാഗാന്ധിയുടെ ഭരണം വികസിച്ചു വരുമ്പോൾ രാഷ്ട്രത്തിൻ്റെ വൈദേശിക ബന്ധങ്ങൾ അതിൻ്റെ സദാചാര മര്യാദകളെ ഉല്ലംഘിച്ചുകൊണ്ട് വളരുന്നുവെന്ന് മിസസ് ഗാന്ധിക്ക് തോന്നിയെന്ന് തോന്നുന്നു. തൻ്റെ മൃത്യുവിനെ പോലും മുൻകൂട്ടി കാണുന്ന വാക്കുകൾ മിസസ് ഗാന്ധി ഉപയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. തീർച്ചയായും സ്വാമിജി. തൻ്റെ പൂർവികർ കരുപ്പിടിപ്പിച്ചതും തൻ്റെ പിതാവ് നിഷ്പക്ഷതയോടെ കൊണ്ടുവന്നതും താൻ തന്നെ ജീവൻ കൊടുത്ത് വളർത്തിക്കൊണ്ടുവന്നതുമായ ഒന്ന് മുന്നോട്ട് പോകുകയില്ലാത്ത അവസ്ഥയിൽ താൻ തന്നെ പതിക്കേണ്ടി വന്നുവോ എന്ന് മിസസ് ഗാന്ധി സംശയിച്ചുവോ എന്ന് തോന്നുന്ന ഒരു ഭരണഘടനാ ഭേദഗതിയാണ് തനിക്ക് 2/3 ഭൂരിപക്ഷം കിട്ടുമ്പോൾ മിസസ് ഗാന്ധി പ്രഖ്യാപിച്ചത്. ഭരണഘടനാ ഭേദഗതിയാണ്. അതുവരെയുള്ള ഇന്ത്യയുടെ മൗലികമായ നിലപാടിനെ മാറ്റിക്കൊണ്ട് സോവറിൻ ഡെമോക്രാറ്റിക് ഇന്ത്യൻ റിപ്പബ്ലിക്, സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, സോവറിൻ സെക്കുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കായി മാറുക. മതമില്ലാത്തൊരിന്ത്യയെ, ദൈവമില്ലാത്തൊരിന്ത്യയിൽ, നാസ്തിക ഭരണഘടന നിലനിൽക്കുന്ന ഒരു ഇന്ത്യയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിർണായകമായൊരു പരിവർത്തനം വന്നുകൊണ്ടാണ് ഇന്ത്യയുടെ ഭരണഘടന നാസ്തികമാകുന്നത്, മതേതരം. അതെ, ഏത് നിഘണ്ടുവും നിങ്ങൾക്കെടുത്ത് പരിശോധിക്കാം. ഓക്സ്ഫോർഡോ ചേംബേഴ്സോ ഏതും. ജുഡീഷ്യറിയിൽ പലപ്പോഴും അതിൻ്റെ ആരംഭത്തിലുണ്ടായിരുന്ന ജഡ്ജിമാരുടെ ധിഷണ പിന്നീട് വന്ന രാഷ്ട്രീയ സാമൂഹിക മാറ്റങ്ങളിൽ നഷ്ടപ്പെടുകയും തൻകാര്യത്തിനു വേണ്ടി പ്രതിഭാഗത്തിനു വേണ്ടി വാദിക്കുന്ന ഉന്നത മനീഷകളായ വക്കീലന്മാരുടെ ധിഷണ മാത്രം ജാജ്വല്യമാനമാവുകയും ചെയ്യുമ്പോൾ അവർ ഉദ്ധരിക്കുന്ന നിയമങ്ങളിൽ മാത്രം ബുദ്ധി കടന്നു ചെല്ലുകയും ജഡ്ജി തീരുമാനങ്ങൾ എടുക്കുവാൻ അവരുടെ ഉദ്ധരണികളെ മാത്രം റെഫർ ചെയ്യുകയും ചെയ്ത് വിധി എഴുതുന്നതിലേക്ക് മാറിയപ്പോൾ ഈ വസ്തുതകൾ ജുഡീഷ്യറിക്ക് പോലും അജ്ഞാതമായോ എന്ന് സംശയമുണ്ട്. ചെറുതാക്കി പറയുകയല്ല. മനസ്സിലായി സ്വാമിജി. ഒരു ജഡ്ജിയും വ്യക്തിയാണ്. അതെ,
വ്യക്തതയുടെ അറിവ് പരിമിതിയില്ലാതെ വളരണമെങ്കിൽ അതിൽ നിന്ന് തലയൂരാതെ ധ്യാനിക്കണം. അത്രയും പ്രതിബദ്ധതയുള്ളവർ ഉണ്ടായിരുന്നു ഈ രാജ്യത്ത്. ഇന്നും ചിലരുണ്ട്. പലപ്പോഴും അവർ വ്യവസായികളാൽ തമസ്കരിക്കപ്പെടുകയോ പ്രവർത്തനത്തിന് പറ്റാതിരിക്കുകയോ ചെയ്യുമ്പോൾ ജനത അതിൻ്റെ അന്തർരശ്മിയിൽ ആഗ്രഹിക്കുന്നത് അത്തരക്കാരുടെ രംഗപ്രവേശവുമാണ്.